സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്താലും ആ സന്തോഷം കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതിന്റെ പ്രധാന കാരണം നമ്മളൊക്കെ ഒരു കീ കൊടുത്താൽ ഓടുന്ന പാവകളെ പോലെയാണ്. നമുക്ക് ഓൾറെഡി കീ തന്നു വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന്റെ 90% നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ബാക്കി 10% മാത്രമാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ 90% ഉള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. നമ്മൾ ജനിച്ചത് മുതലേ നമ്മളൊരു 7 വയസ്സ് വരെ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് കേട്ടത്, എവിടെയാണ് ജീവിച്ചത്, അതെല്ലാം വെച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപ്രകാരമാണ് നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപ്രകാരമാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ വലുതായതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ നേടിയെടുക്കുന്ന ഓരോ ആഗ്രഹങ്ങളും, ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കില്ല. നമ്മുടെ അച്ഛനമ്മയുടെ ആഗ്രഹങ്ങളോ, നമ്മുടെ മുതുമുത്തച്ഛൻ്റെ ആഗ്രഹങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ ആഗ്രഹങ്ങളോ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ ആഗ്രഹങ്ങളോ, അല്ലെങ്കിൽ അവരുടെ മുതുമുത്തച്ഛൻ്റെ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നേടിയെടുക്കുന്നത്. ഇതിന് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലെ ശ്യാമേട്ടൻ എന്ന് പറഞ്ഞുള്ള ചേട്ടൻ എല്ലാ ദിവസവും ഹോം തിയേറ്ററിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതൊക്കെ കേട്ടാണ് വളരുന്നത്. ഞാൻ വലുതായി ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴും ആദ്യം ആഗ്രഹിച്ച കാര്യം ആ ഒരു ഹോം തിയേറ്റർ മേടിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ ഹോം തിയേറ്റർ മേടിച്ച് മാക്സിമം 1 മാസം പാട്ട് കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ ആ പാട്ട് കേൾക്കാനുള്ള ഇൻട്രസ്റ്റേ ഇല്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പാട്ട് കേട്ടതുകൊണ്ട് ഞാൻ സന്തോഷമാകുന്നില്ല ഒരിക്കലും. അപ്പോൾ ശരിക്കും എൻ്റെ ആഗ്രഹവും ഇല്ലെങ്കിൽ എൻ്റെ പാഷനും ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ 18ാമത്തെ വയസ്സിലായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് പാട്ട് കേൾക്കുമ്പോഴല്ല. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് ബോഡി ബിൽഡിങ് ചെയ്യുമ്പോഴാണ്. അതെനിക്ക് 5 കൊല്ലോ 10 കൊല്ലോ ഇപ്പോൾ 15 കൊല്ലമായി ഞാൻ ബോഡി ബിൽഡിങ് ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും ഓരോ ദിവസവും അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങളായിരിക്കില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കില്ല മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കണ്ടെത്തി അത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മൊത്തം സന്തോഷമായിരിക്കും. നമ്മുടെ 10% മാത്രമുള്ള നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഇല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും എല്ലാം ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മളതിന് ഫോക്കസ് കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ ഡിഫോൾട്ടിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും, പിന്നെ നമ്മൾ തന്നെ അറിയില്ല, ഒരാഴ്ച കഴിഞ്ഞായിരിക്കും പിന്നെ നമ്മൾ കാര്യം ചെയ്യണമെന്ന് ആലോചിക്കുക. കാരണം നമ്മുടെ ഡിഫോൾട്ടിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതിൽ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. രാവിലെ എണീക്കുക, ഡ്യൂട്ടിക്ക് പോവുക, വരിക, ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത്. നിങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ കേൾക്കുക. അതിലെന്താണ് ക്രിയേറ്റിവിറ്റി ഉള്ളത്, അതിലെന്താണ് ആഗ്രഹങ്ങളുള്ളത്, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ കഴിയും. താങ്ക് യു.